മണ്ഡലകാല ആരംഭത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇടുക്കിയിലെ പ്രധാന കാനനപാത തുടങ്ങുന്ന സത്രത്തിൽ ഒരുക്കങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ശുചിമുറികളുടെ അഭാവമാവും ഇത്തവണ തീർത്ഥാടകരെ ഏറ്റവും കൂടുതൽ വലയ്ക്കുക. ഉണ്ടായിരുന്ന ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. വിരിപ്പന്തലുകളുടെ നിർമ്മാണവും പാതി വഴിയിലാണ്. ഇത്തവണ സത്രത്തിൽ എത്തുന്ന തീർത്ഥാടകർ പാർക്കിങ്ങിനായി ഏറെ ബുദ്ധിമുട്ടും. ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ വകുപ്പുകളുടെയും കെടുകാര്യസ്ഥത വിളിച്ചോതുന്ന കാഴ്ചകളാണ് സത്രത്തിനുള്ളത്. സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ഒരു വലിയ തീർത്ഥാടന കാലമാണ് മുമ്പോട്ട് കടന്നു വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സത്രത്തിലാണ്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നു, അതായത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് പരമ്പരാഗത കാനനപാതയിലൂടെ നടന്ന സന്നിധാനത്തേക്ക് പോകാനാണ് കൂടുതലായും ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. എന്റെ പിന്നിൽ കാണുന്നതാണ് ഈ പരമ്പരാഗത കാനനപാത. ഇവിടെ നിന്നാണ് ഈ ഒരു കാനനപാത ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും മുകളിലേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം നടന്ന് പുല്ലുമേട്ടിലെത്തി അവിടെ നിന്ന് 6 കിലോമീറ്റർ ചെങ്കുത്തായ മല ഇറങ്ങി വേണം സന്നിധാനത്തേക്ക് എത്താൻ. ഈ പോകുന്ന വഴികളിൽ വേണ്ട ക്രമീകരണങ്ങൾ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വെളിച്ച സംവിധാനം എല്ലാം തന്നെ ഏകദേശം ഈ സത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ വെളിച്ച സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഓരോ 1/2 കിലോമീറ്റർ ഇടവിട്ടും കുടിവെള്ളത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെങ്കുത്തായ മലകളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്തർക്ക് സുഗമമായി മുമ്പോട്ട് കയറി പോകുന്നതിന് വടം ഉൾപ്പെടെ കെട്ടി ഇതിൽ പിടിച്ച് മുകളിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുല്ലുമേട്ടിൽ വേണ്ട ഈ ആരോഗ്യ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒക്കെ സേവനം നിലവിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ പുല്ലുമേട് കഴിഞ്ഞ കഴുതക്കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തു നിന്നും സന്നിധാനത്തേക്ക് വെളിച്ച സംവിധാനം ഒരുക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇപ്പോൾ ആ ഒരു ക്രമീകരണം വനംവകുപ്പ് ഒരുക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു സമയ ക്രമീകരണം രാവിലെ 7 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 2 മണി വരെയാണ് ഈ സത്രത്തിൽ നിന്ന് ഭക്തരെ മുകളിലേക്ക് കയറ്റിവിടുക, അതായത് സന്നിധാനത്തേക്ക് കടത്തിവിടുക. ആ ഒരു വെളിച്ച സംവിധാനത്തിന്റെ അഭാവം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു സമയ ക്രമീകരണം കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 2 മണിക്ക് പുറപ്പെടുന്ന ഭക്തർ ഏകദേശം അവിടെ എത്തുമ്പോൾ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അത് രാത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് ഭക്തർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഒരു സമയ ക്രമീകരണം കുറയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം സത്രത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ വൈകിയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചത്. അതായത് ഭക്തർക്ക് ആവശ്യമായ വിരിവെക്കുന്നതിനുള്ള സൗകര്യം, അതുപോലെ തന്നെ കടകൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, അതിന്റെ എല്ലാം തന്നെ ഒരുക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. ഈ വിരിപ്പന്തലിന്റെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും ഈ സത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈ കൂടുതലായി ഭക്തർ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ശുചിമുറികളുടെ കാര്യമാണ്. ഭക്തർ ഏകദേശം ഒരു ദിവസം 1000-ലധികം ഭക്തർ ഈ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോകാനായി സത്രത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഈ 5 ശുചിമുറികൾ, അതായത് ദേവസ്വം വകുപ്പിന്റെ 5 ശുചിമുറികൾ മാത്രമാണുള്ളത്. ഇപ്പൊ പെയിന്റ് അടിച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിനുള്ളിലെ ദൃശ്യങ്ങൾ കണ്ടാൽ ഇത്തരത്തിലാണ്. അതായത് പൊടി പിടിച്ച് മൊത്തം അഴുക്ക് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഇതൊന്നും ശുചീകരിക്കാനുള്ള നടപടികളൊന്നും തന്നെ ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. ഈ 5 ശുചിമുറികളാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായുള്ള 5 ശുചിമുറികൾ മാത്രമാണുള്ളത്. കൂടാതെ 3 ബയോ ടോയ്ലറ്റുകൾ, മുകൾ ഭാഗത്തൊരു 3 ബയോ ടോയ്ലറ്റുകൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ 5 3 8 ശുചിമുറികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതേസമയം ഈ തൊട്ടടുത്ത് ഈ കാണുന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കഴിഞ്ഞ തവണ മുൻ വർഷങ്ങളിൽ നിർമ്മിച്ച ശുചിമുറികളാണ്. ഇവയെല്ലാം തന്നെ ഈ തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ക്രമീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ക്രമീകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. എല്ലാം തന്നെ പഴയ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണിച്ചിരുന്നത് പോലെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൂടുതലായി ഭക്തർ എത്തുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഒരു ശുചിമുറികളുടെ അഭാവം ഭക്തർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ളത് വസ്തുതയാണ്. കൂടാതെ വിരിപ്പന്തലുകൾ കുറവാണ്. വിരിപ്പന്തലുകൾ ഏകദേശം 2 3 വിരിപ്പന്തലുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഈ ഭക്തർ കൂട്ടത്തോടെ എത്തുമ്പോൾ അതും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ സത്രത്തിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ സത്രത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഈ ഒരു ഇടത്താവളത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ സത്രത്തിൽ ഒരുക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടപ്പാകാതെ പോകുന്ന സാഹചര്യം
ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച ഈ ഒരുക്കങ്ങൾ നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും ഈ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഈ സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തർക്ക് ആ ഒരു യാത്രാ ദുരിതം തന്നെ ആയിരിക്കും എന്നുള്ളത് സത്യമാണ്. അത് ഏതു തരത്തിൽ ക്രമീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി അല്ലെങ്കിൽ ആ യാത്ര സുഗമമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഇനിയും അടിയന്തരമായി ഒരുക്കേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനു വേണ്ട അടിയന്തര ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. സത്രത്തിൽ നിന്നും സുബിൻ തോമസ്, ജനം.